മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റ്, കളക്ടറേറ്റ് മാർച്ചുകൾക്കും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം വീണ്ടും സജീവമാവുകയാണ്, പ്രതിപക്ഷ പ്രതിഷേധവും, അല്ലേ? സലിം, കേൾക്കാമോ? സലിം, കേൾക്കാമോ? പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും നമ്മൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ ഇങ്ങനെയൊരു ന്യൂസ് പുറത്തു വന്നതോടെ വീണ്ടും പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ BJPയും കോൺഗ്രസും രംഗത്തെത്തിക്കഴിഞ്ഞു. സലിം മാലിക്, കേൾക്കാമോ? അത് ഇനി സംസ്ഥാനത്തൊട്ടാകെ കടുപ്പിക്കുക, വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിലവിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ യുവമോർച്ചയുടെ മാർച്ച് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കുണ്ട്. അതിനായി ഇവിടെ ജലപീരങ്കി വാഹനവും പോലീസിന്റെ സന്നാഹവും ഉൾപ്പെടെ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇവിടേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും നടക്കും. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ ഒരു രാപ്പകൽ സമരം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. ആ രാപ്പകൽ സമരത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ കോലം എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കത്തിക്കാനുള്ള തീരുമാനം കൂടി കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ KPCC അങ്ങനെ ഔദ്യോഗികമായി ഏതെങ്കിലും സമരം പ്രഖ്യാപിക്കുന്നത് KPCCയുടെ യോഗം ചേർന്നു, അതല്ലെങ്കിൽ UDFന്റെ യോഗം ചേർന്ന് UDFന്റെ സമരമൊക്കെ തീരുമാനിക്കുന്നതാണ് രീതി. അതല്ലാതെ ഈ വാർത്ത വന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഒരു സമരം പ്രഖ്യാപിക്കുകയാണ്. സമരം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തണമെന്നൊരു അറിയിപ്പ് വന്നതുകൊണ്ട് തന്നെ അതിലെ രാഷ്ട്രീയം വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ രാജി തന്നെയാണ് UDFന്റെ, കോൺഗ്രസിന്റെ ലക്ഷ്യം. BJPയും അതിന് സമാനമായി തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഈ നേതാക്കന്മാരുടെ പ്രതികരണം ഉൾപ്പെടെ ആ നിലയിൽ തന്നെയായിരുന്നു. തുടക്കത്തിൽ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ കോടതിയിലേക്ക് ആ നടപടികൾ കടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് എന്നുള്ളതായിരുന്നു. രമേശ് ചെന്നിത്തലയും ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം, മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ തന്നെ CPIM പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് കേരളത്തിന് നൽകണം, അതാണ് അതിന്റെ മര്യാദ എന്നുള്ളതാണ്. അങ്ങനെ ഈ വീണാ വിജയനെതിരായ കേസെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സമരം കടുപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിരുന്നു ഇന്നലെ ഇവിടെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ചെറിയ തോതിൽ സംഘർഷമായിരുന്നു. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം അത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നേരിട്ടു. അതിന് പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഇന്നലെ രാത്രിയിൽ കണ്ടതാണ്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസും വിവിധ ഈ സെക്രട്ടേറിയറ്റിലേക്കും വിവിധ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ഒക്കെ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നുണ്ട്. അത് ദിവസം ഏത് എന്നുള്ളതിലാണ് ഇനി തീരുമാനമാവേണ്ടത്. അതിനിടയിലാണ് യുവമോർച്ചയുടെ മാർച്ച് അല്പസമയത്തിനകം ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. അനുജ, അതെ, പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്പസമയത്തിനകം യുവമോർച്ചയുടെ മാർച്ച് നടക്കും. കൂടാതെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ ഇന്ന് പ്രതിഷേധമുണ്ടാകും.